ഹേ ഓൾ, ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളൊരു സെക്കൻഡ്സ് ഹിമാലയൻ എടുക്കുമ്പോൾ എന്തൊക്കെ പോയിൻറ്റ്സാണ് നോക്കേണ്ടതെന്നാണ്. ഞാനൊരു 5 പോയിൻറ്റ്സ് പറഞ്ഞുതരാം. അതായത് വണ്ടി എടുക്കണതിൻ്റെ 5 പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിൻറ്റ് മെയിനായിട്ടുള്ള പോയിൻ്റാണ്. ബാക്കിയുള്ളതൊക്കെ നോക്കാം. ഫസ്റ്റായിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു മെക്കാനിക്കിനെ അറിയുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് മെക്കാനിക്കിനെ ഹയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആളിനെ കൊണ്ടുപോയിട്ടൊരു വണ്ടി നോക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ നോക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ട്. എന്നാലും ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതിക്ക്. ഓക്കെ, പിന്നെയുള്ള പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വണ്ടി എപ്പോഴും സ്റ്റാർട്ടാക്കി നോക്കുക. ഓക്കെ, ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, സൗണ്ട് വരുന്നില്ല. വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നമുക്കൊരു ഐഡിയയിലൊരു 10 മിനിറ്റ്സ് വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ടോ അല്ല വണ്ടി ഓഫായി പോകുന്നുണ്ടോ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചിട്ട് എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നമ്മൾ നിർത്തുന്ന സമയത്ത് തന്നെ ഒരു വണ്ടി ഓഫാകാൻ നിൽക്കണ്ടോയെന്ന് നോക്കണം. ഒരു 10 to 50 മിനിറ്റ്സ് നിങ്ങളിങ്ങനെ സ്റ്റാർട്ടാക്കി നോക്കുക. അപ്പോൾ വണ്ടി ഓഫാകുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വേറെ കാർബറേറ്ററുള്ള വണ്ടിയാണെങ്കിൽ അതിൻ്റെ ഇഷ്യൂ ആയിരിക്കും, അല്ലെങ്കിൽ എൻജിനിൽ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഐഡിയയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല മാക്സിമം. പിന്നെ അതേപോലെ തേർഡ് പോയിൻ്റാണ് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊരു സൈലൻസറൊന്ന് കൈയിട്ടിട്ട് നോക്കുക. വണ്ടി സ്റ്റാർട്ടായിട്ട് കുറച്ച് നേരം നോക്കിയിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു കാർബൺ ഡെപ്പോസിറ്റ് കാണാൻ പറ്റും. ഓക്കെ, അത് ലൈറ്റായിട്ട് എന്തായാലും ഉണ്ടാവും, അതെല്ലാ വണ്ടിയിലുള്ളതാണ്. പക്ഷെ ഒരുപാട് ഈ ഓയിൽ മിക്സൊക്കെ ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓയിൽ കത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഹെഡിന് ഇഷ്യൂസോ അല്ല അതിൻ്റെ എൻജിന് പരമായിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. നമ്മൾ ഇതിൽ കാർബണേറ്റ് ഒരുപാട് ഡെപ്പോസിറ്റ് ഉണ്ട്, എൻജിനായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും. ചെറിയ രീതിക്കുള്ള ഒരു ഇത് കളേഴ്സ് ഉണ്ട്, കറുപ്പ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്യൂസ് ഇല്ല. പക്ഷേ ഒരുപാട് കയ്യിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കണം നല്ലത്. അങ്ങനത്തെ വണ്ടികൾ ഒഴിവാക്കണം നല്ലത്. എൻജിൻ്റെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുക, അതായത് ഒരുപാട് ഓയിൽ കൂടുതലാണോ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ നോക്കുക. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ എൻജിൻ ലീക്സ് ഒന്നുമില്ല, ഓവറായിട്ടുള്ള എൻജിൻ ഓയിൽ നിറച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ഒരുപാട് ഫുള്ളാക്കാതെ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അത് നോക്കുമ്പോൾ തന്നെ നമുക്കൊരുവിധം ഈ ഐഡിയയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇഷ്യൂ ഇല്ല, അതേപോലെ എൻജിൻ ലീക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ 4ാമത്തെ പോയിൻ്റാണ് ഡോക്യുമെൻറ്റേഷൻ നോക്കുന്നത്. ഡോക്യുമെൻറ്റേഷൻ നോക്കുന്ന സമയത്ത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എൻജിൻ നമ്പറോ അല്ലെങ്കിൽ ചേസ് നമ്പർ നമ്മുടെ RC ആയിട്ട് മിസ്മാച്ച് ആകുമല്ല, അങ്ങനെ ടെഫ്റ്റ് വണ്ടി എന്തെങ്കിലും ആയിരിക്കും. സോ നിങ്ങൾ അതൊന്ന് മെയിൻ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ടുള്ള എല്ലാ വണ്ടിക്കും നോക്കേണ്ട കാര്യമാണ്. ഹിമാലയൻ്റെ കേസ് വരുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ കെയർ എടുക്കേണ്ടത് ഈ ബാക്ക് സസ്പെൻഷൻ പോകാൻ ചാൻസ് കൂടുതലാണ് പഴയ വണ്ടികളിൽ. എന്താ വെച്ചാൽ ഒരുപാട് ഇരുന്നിട്ടുണ്ടോ നോക്കണം. പിന്നെ അടുത്തത് ഈ കോൺസെപ്റ്റാണ്. കോൺസെപ്റ്റ് BS4 ഒരുപാട് ഇഷ്യൂസ് ഉള്ളതാണ്. ഇപ്പോൾ BS6 ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ഒരു വർഷമായിട്ട് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത് വരുന്നില്ല ഇഷ്യൂ. എന്താ വെച്ചാൽ ഇതിൻ്റെ ക്യാപ്പിത്തിരി വലുതാക്കിയിട്ടുണ്ട്. BS4 ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്കിത് അൾട്ടർനേറ്റീവ് ആയിട്ട് കിട്ടും, വേറെ ഔട്ട് ഓഫ് മോട്ടോർ സൈക്കിളിൻ്റെ കിട്ടും. അപ്പം നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ ഇത് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു റേറ്റ് കമ്മിയാക്കിയിട്ട് എടുക്കാൻ നമുക്കിത് മാറ്റാമെന്നേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നോക്കേണ്ടത് അതേപോലെ ടാങ്ക്. നമുക്ക് ഈ ടാങ്കിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇവിടെ ക്ലീൻ ആണോ, തുരുമ്പുണ്ടോ. അതേപോലെ ഈ ഇതിനുള്ളൊരു ഹോളില്ലേ കാണുന്നുണ്ടോ, ഈ ഹോള് പ്രോപ്പറായിട്ട് ഓപ്പൺ ആണോ, അത് തുറന്നാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. അങ്ങനെ ടാങ്കിൽ എന്താ വെച്ചാൽ ടാങ്കിൻ്റെയൊക്കെ തന്നെ 13,000 രൂപയാണ് വരുന്നത്. ഓക്കെ, ടാങ്കിൻ്റെ ഒരു പ്രൈസ് വരുന്നത് തന്നെ 13,000 സംതിങ് വരും. ഇതിപ്പോൾ ഞാൻ ഇൻഷുറൻസിൽ മാറ്റിയതാണ് ഒരു തേങ്ങ വീണിട്ട്. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ വില നമ്മൾ ചെക്ക് ചെയ്തത്. അപ്പോൾ 13,000 രൂപ വരുന്നുണ്ട് ഇതിൻ്റെ ടാങ്കിന്. അപ്പോൾ നമ്മൾ ഈ ടാങ്കിലൊക്കെ റെസ്റ്റോറൻറ്റ് എടുത്തതിന് പിന്നെ നമ്മളത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പിന്നെ കോമൺ ആയിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതായത് നമ്മൾ ഹിമാലയൻ എടുക്കുന്ന റെസ്റ്റ് ഇഷ്യൂസ് കുറച്ച് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് നല്ല ടേക്ക് കെയർ ചെയ്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ തന്നെ ഇതിലിപ്പോൾ സിലിക്കൺ സ്പ്രേ ഒക്കെ വാഷ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ഷൈനിങ്ങും ഉള്ളത്. അതുപോലെ ചെറിയ റെസ്റ്റ് വരുന്നവിടെയൊക്കെ നമ്മൾ WD-40 മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെസ്റ്റ് കയറി വരും എല്ലാവിടെയും. അപ്പോൾ റെസ്റ്റ് ഇഷ്യൂസ് ഒരുപാടുണ്ടോ നോക്കുക. ചേസിലൊക്കെ ഒരുപാട് ക്രാക്കോ അല്ലെങ്കിൽ ചേസിൻ്റെ ഇവിടെ ഒരുപാട് റെസ്റ്റ് എങ്ങനെയെങ്കിലും ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ മെയിനായിട്ട് ചെക്ക് ചെയ്താൽ മതി. നമുക്ക് പിന്നെ വേറെ കാര്യമായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങളില്ല. BS6 ആണെന്നുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് 2023 ഇറങ്ങിയ ലാസ്റ്റ് വണ്ടിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, ഞാൻ വണ്ടി എന്തായാലും ഓട്ടിച്ചിട്ട് സംസാരിക്കാം.
എങ്ങനെ സ്പീഡ് റേഞ്ച് എന്താ വെച്ചാൽ ഒരു 80 to 100 നമുക്ക് അങ്ങനെ ക്രൂസ് ചെയ്യാൻ അത്ര സ്മൂത്ത് ആയിരിക്കില്ല. നമ്മൾക്കൊരു 80-85 അത് 90 ഓക്കെയാണ്. അങ്ങോട്ട് നമുക്ക് പുഷ് ചെയ്യുമ്പോൾ വണ്ടി ഇത്തിരി എൻജിൻ സ്ട്രെസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊന്ന് ആലോചിക്കണം. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോൻ്റെ നല്ല ടോർക്കാണ്. ഓക്കെ, അപ്പോൾ ലോൻ്റെ നല്ല ടോർക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പഞ്ച് കിട്ടും. നമുക്ക് എപ്പോൾ ഏത് ഗിയറിലാണെങ്കിൽ കൈ കൊടുത്ത വണ്ടി കയറും. കുറച്ച് പഞ്ചി ബൈക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൂറിങ്ങിന് ശരിക്കും പഞ്ചി ബൈക്കാണ് നല്ല രസമുണ്ടാകും. എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ടോപ്പിൻ്റെ പിടിച്ച് പോവില്ല. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ടയർ പറഞ്ഞ പോലെ ടയർ പെട്ടെന്ന് പോകും. ബാക്ക് ടയർ നിങ്ങൾ നല്ല കൈ കൊടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 12 കിട്ടില്ല. അതിപ്പോൾ ഞാൻ എൻ്റെ റൈഡിങ് സ്റ്റൈൽ ഞാൻ പില്ലാൻ വെച്ചിട്ട് നമുക്ക് അത്ര പുഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളെപ്പോഴും പോകുമ്പോഴും ഒരു 60-70-80 ആ റേഞ്ച് അങ്ങനെ ഒരുപാട് പുഷ് ചെയ്തെടുക്കാണ്ട് തന്നെ എനിക്ക് 12 ഇതാണ്. ഇപ്പോൾ 12,300 ആയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് മാക്സിമം 13 എങ്ങനെയെങ്കിലുമൊക്കെ ഓടിച്ചാലേ ആവുള്ളൂ, അല്ലാതെ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കറക്റ്റാണ്. ഇനി മാറാൻ ഇനിയിപ്പോൾ കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അത് ആലോചിക്കണം. അത് ആലോചിക്കാണ്ട് നമ്മൾ എടുത്തിട്ട് ലാസ്റ്റ് അയ്യോ ഇതെന്താ അങ്ങനെയെന്നാവാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് അത് നോക്കുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് ടയറിൻ്റെ കേസ് നോക്കണം. അപ്പോൾ നമ്മൾ പ്രൈസും ആലോചിക്കണം. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു വണ്ടി ഇത്ര രൂപ കിട്ടുന്നുണ്ട് വേണ്ട എടുത്തിട്ട് പിന്നെ നിങ്ങൾ അത് ഇത് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതിൻ്റെ ഡിസ്ക് പാഡും ബ്രേക്ക് പാഡ്സൊക്കെ അത്ര പ്രൈസൊന്നുമില്ല, ചീപ്പാണ്. സോ മെയിൻ്റെനൻസ് പരമായിട്ട് ടയറാണ് അത്ര മെയിനായിട്ട് വരുന്നത്. പിന്നെ സർവീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1500-2000 നിൽക്കും. ഓക്കെ, ഇവർ ഈ ഒരു 10,000 ആണ് ഒരു 5,000 കമ്പനി പറയുന്നത്. ഓയിൽ ചേഞ്ച് 10,000 എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ എന്തായാലും 5,000 തന്നെ മാറ്റുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഓക്കെ, എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് ഇത്ര ലൈഫ് കിട്ടും, പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ വണ്ടിയാണല്ലോ. പിന്നെ നമ്മൾ ഹിമാറ്റ എടുക്കുന്നതിൻ്റെ ഒരു കംഫേർട്ട് ഉണ്ട് കേട്ടോ, അത് നമുക്ക് പറയാതിരിക്കാം. പിന്നെ നമുക്കിപ്പോൾ ഇതിപ്പോൾ കംഫേർട്ട് നമുക്കിപ്പോൾ ലോങ് പോകാനാണെന്നുണ്ടെങ്കിലും ഒരു ഹിൽ റേഞ്ച് ആണെന്നുണ്ടെങ്കിലും ഇത്രയും ടോർക്കുള്ള സ്ഥിതിക്ക് വണ്ടി അടിപൊളിയാണ്. ഓട്ടിക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് അറിയില്ല, കൈ കൊടുത്ത വണ്ടി കയറി പോയിട്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെക്കൻഡ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ നോക്കേണ്ട ആവശ്യമുള്ളൂ. PS6 ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മോഡൽ 2023 മോഡൽസൊക്കെ എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഫൈൻ ട്യൂൺ ചെയ്ത വണ്ടിയാണ്. അതായത് അവർ 2016 തൊട്ട് ഇറക്കിയതിൽ അവിടുത്തെ ആ ഇഷ്യൂസ് എല്ലാം ക്ലിയർ ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും പക്ക വണ്ടി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും വണ്ടി നിർത്തുകയും ചെയ്തു. ശരിക്കും അവർക്ക് നിർത്തേണ്ട ആവശ്യമില്ല, അവർ സ്ക്രാമ് നിർത്തിയിട്ടില്ല. പക്ഷെ എന്നാലും നമുക്ക് ഹിമാലയൻ 411 നിർത്തിയിട്ട് പുതിയ ഇറക്കായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല, അത് സൈസിൻ്റെ പ്രശ്നം വരും. പിന്നെ അതിന് ടോപ്പ് എൻഡും ഇല്ലല്ലോ. ഇപ്പോൾ പുതിയതിനാണെങ്കിൽ ടോപ്പ് എൻഡ് ഉണ്ട്, ഹൈ റേവിങ് എഞ്ചിനാണ്. സോ അങ്ങനെ റീപ്ലേസ് ആയതാണ്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ്സ് നോക്കുമ്പോൾ നോക്കിയെടുക്കുക. വണ്ടി ഒരുപാട് അബ്യൂസ് ചെയ്ത വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ഓഫ് റോഡ് പോയ വണ്ടികളാണെങ്കിൽ ചിലവർ അത്ര മെയിൻറ്റെയിൻ ചെയ്യാതെ വണ്ടിനെ ഫുൾ ഹൈ റവ് ചെയ്ത്, ചിലവർ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാതെ കുറേ പേര് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു ഡൈവ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിതിന് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് വണ്ടി ഫ്രണ്ടിലോട്ട് പോയിട്ട് ഒരു ആഞ്ചൽ ഫീൽ ചെയ്യും. മീൻസ് വണ്ടി ഒരു ഫ്രണ്ടിലോട്ടൊന്ന് പോകും. അതെല്ലാ അഡ്വഞ്ചറിലുള്ളതാണ്. മീൻസ് ലോങ് സസ്പെൻഷൻ ട്രാവൽ കൂടുന്ന സമയത്ത്. അപ്പോൾ അത് ആദ്യം കുറച്ച് നമുക്കൊരു അനോയിങ് ആയിരിക്കും. വണ്ടി ഓടിക്കുന്ന സമയത്ത് ബാക്കിലുള്ള ആൾ നമ്മുടെ എല്ലാവരും കൂടി ഫ്രണ്ടിലോട്ട് വരുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക. അത് ഓടിച്ചാൽ തന്നെ നമുക്ക് അറിയുള്ളൂ. പിന്നെ നിങ്ങൾ വണ്ടി എടുക്കുക. പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, വലിയ സീനൊന്നുമില്ല. പിന്നെ ഇതെന്താ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ നമ്മൾ പറയില്ല, വണ്ടി ഇപ്പോൾ ഒരുവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കത് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് റോങ് വണ്ടിയാണ് മേടിച്ചത് എന്നുള്ള രീതിക്ക് അത് കറക്റ്റാണ്. അതിപ്പോൾ ഞാൻ എപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നോക്കുമ്പോഴും ഞാൻ ഹാപ്പിയാണ്. നമ്മളവിടെ നിർത്തിയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് വണ്ടിയുടെ ബ്യൂട്ടി പുറമേയും അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഈ കോർപ്പറ്റ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. അപ്പം ഞാൻ ഈ എടുക്കാൻ പോണവന് ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ട് നിങ്ങൾ എടുക്കേണ്ട പണിയുണ്ടെന്ന് പറയില്ല. നിങ്ങൾക്കിത് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ വണ്ടിയോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം. അപ്പം അങ്ങനെ വേറെ അങ്ങനെ ഈ സെക്കൻഡ്സ് എടുക്കുമ്പോഴാണ് ഇനി നോക്കിയെടുക്കണം, അത്രേ ഉള്ളൂ. ബാക്കി അത് അവർ യൂസ് ചെയ്ത പോലെയായിരിക്കും വേറെ പണികൾ വരാം. ബാക്കിയുള്ളതൊന്നും വലിയ സീനേ ഇല്ല.
ഞാനിതാണ് പറഞ്ഞത്. ഇത് കണ്ടല്ലോ, അത് റോയൽ ബ്രദേഴ്സിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇത് റെൻ്റൽ ബൈക്കേഴ്സാണ്. നമുക്കിപ്പോൾ ഇതേപോലെ എല്ലാ ബൈക്ക് റെൻ്റിൽ കിട്ടും. ബെന്നസ് ആണെങ്കിലും ഹിമാലയ കിട്ടും. സോ അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു റെൻ്റിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ക്യാരക്ടർ ഫുള്ളായി മനസ്സിലാവും, മൈലേജും എല്ലാം മനസ്സിലാവും. 2 ദിവസത്തേക്ക് ഓടിച്ചാൽ മതി. അതാണ് നമുക്കിത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള സ്ഥിതിക്ക് നല്ലൊരു നമുക്ക് ബൈക്ക് ഇപ്പോൾ മേടിക്കുന്നതിന് മുന്നേ ജസ്റ്റ് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ ടെസ്റ്റ് ഡ്രൈവൊക്കെ അടിക്കുമ്പോൾ ഒന്നും അറിയില്ല. ഞാൻ എന്നെ ഇത് അടിച്ചത് ആകെ നമുക്ക് എത്ര കിലോമീറ്റർ, 1 കിലോമീറ്റർ 2 കിലോമീറ്റർ മാക്സിമം തരും. നമുക്കൊന്ന് മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അതിപ്പോൾ കൈയോടെ ചെയ്യാം. എന്നാൽ പിന്നെ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ. ഫുൾ ടാങ്ക് അടിക്കണം. മതി 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 മതി. 3.89 ലിറ്റർ അടിച്ചു. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്ററിൽ നോക്കുന്ന സമയത്ത് 117 ഡിവൈഡ് ബൈ എത്രയാണ്, 3.89. ഓക്കെ ഓക്കെ. അപ്പോൾ മൈലേജ് നമുക്ക് കിട്ടിയത് 30 സംതിങ് ആണ്. അപ്പോൾ ഇത് എന്നിട്ട് ഹൈവേ പ്ലസ് സിറ്റി നമുക്ക് 30 കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഹൈവേയിലാണെങ്കിലും ഞാൻ ഒരുപാട് അങ്ങോട്ട് പുഷ് ചെയ്യാതെ ഉള്ള ഒരു കിലോമീറ്ററാണ്, മീൻസ് അല്ല മൈലേജാണ്. ഒരുപാട് അങ്ങോട്ട് പുഷൊന്നും ചെയ്യാല്ല, സമാധാനപരമായിട്ട് ഓടിച്ചിട്ടാണ് ഈ മൈലേജ്. അതായത് 30 മൈലേജ് കിട്ടുന്നുണ്ട്. എനിക്കിതിപ്പോൾ എങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഒരു 50-60 ഹൈവേ പ്ലസ് ബാക്കി കിലോമീറ്റർ, അതിൻ്റെ ബാക്കി 50 മീൻസ് 50 സംതിങ് ഒക്കെ ഞാൻ സിറ്റിയിലായിരുന്നു ഓടിച്ചത്. പീക്ക് ട്രാഫിക്കിൽ 1-2 വശം പോയിട്ടുള്ളൂ. ബാക്കി ഇങ്ങനെ ഒരു സിറ്റി സാധാ റൈഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മൈലേജ് 30 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 25 വരെ ആയിട്ടുണ്ട് ആവറേജ് കേട്ടോ. ഇതുപോലെ 100 കിലോമീറ്റർ നോക്കുന്ന സമയത്ത്, സിറ്റി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് 25 ആവറേജ്. സോ നമുക്ക് ഇങ്ങനെ നോക്കാം, ഈ ഒരു 25 to 30. അപ്പോൾ നമ്മൾ വെൽ മെയിൻറ്റൈൻഡ് ആണെന്നുണ്ടെങ്കിൽ 30 എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊന്നും പേടിക്കണ്ട, 30 മൈലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ സെക്കൻഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബഡ്ജറ്റ് മാറ്റി വയ്ക്കുക നിങ്ങൾ അതിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, കിട്ടിയ എത്ര പണികൾ വരാൻ ചാൻസ് ഉണ്ട്. ക്ലച്ച് ആണെങ്കിലും ക്ലച്ച് നോക്കുക, ഫ്രീ പ്ലേ അതൊക്കെ നോക്കിയിട്ട് മാറ്റാമെന്നുണ്ടെങ്കിൽ അത്ര അഫോർഡബിൾ ആണ്. നമ്മുടെ മറ്റേ വേറെ ബൈക്ക് പോലെയല്ല, കുറച്ചും കൂടി അതൊരു സീനില്ല. അതുകൊണ്ട് നിങ്ങളെടുക്കുക, വണ്ടിക്ക് ടേക്ക് കെയർ ചെയ്തതിന് അടിപൊളിയായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ 1 year ആയിട്ട് എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നുണ്ട് ആൾക്കാർ, ഇങ്ങനെ ഈ ഷൈനിങ് എങ്ങനെ വരുന്നതെന്നൊക്കെ ഒരു ഇതിക്ക്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ മതി. വാഷിംഗ് ആണെങ്കിലും നമ്മൾ നോർമൽ ഷാമ്പു ഉപയോഗിക്കാതിരിക്കുക, പിന്നെ എപ്പോഴും വാഷ് ചെയ്യാതെ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 പ്രാവശ്യം മാത്രം വാഷ് ചെയ്യുക, അങ്ങനെ മെയിൻറ്റൈൻഡ് ആയിരിക്കുക. സോ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ.